ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്. നമ്മൾ കിതാബുൽ ജനായിസ് അല്ലേ, ബുലൂഗുൽ മറാമിൽ അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ല പിന്നെ ബാബുൽ ലിബാസ് കഴിഞ്ഞതിന് ശേഷം കൊടുത്തത് കിതാബുൽ ജനായിസ്, കിതാബുൽ സ്വലക്ക് ശേഷമാണ് കിതാബുൽ ജനായിസ് അല്ലേ. ജനായിസ് എന്താ ജനായിസ്? ജനാസൻ്റെ ബഹുവചനാണ് ജനായിസ്. ജനാസ എന്നും പറയും, ജിനാസ എന്നും പറയും. ജനാസ, ജിനാസ. മയ്യത്ത് കട്ടിലിന് ജനാസ പറയും. അതേപോലെ തന്നെ മയ്യത്ത് കട്ടിലിന്മേ മയ്യത്തുണ്ടെങ്കിൽ ജനാസ അല്ലെങ്കിൽ ജിനാസ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രയോഗിക്കുന്നതാണ്. അലാ കുല്ലിൻ കിതാബുൽ ജനായിസിൽ അതിൻ്റെ പ്രതിപാദ്യം എന്താ? മരണാനന്തര കർമ്മങ്ങളാണ് അല്ലേ. മയ്യത്തിനോടുള്ള ബാധ്യതകളും അതേപോലെ തന്നെ കർമ്മങ്ങളും. അതിൽ നമ്മൾ ഏതാനും ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസാണ്. عن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم أكثروا ذكر هاذم اللذات الموت رواه الترمذي والنسائي وصححه ابن حبان അല്ലേ, ഇബ്നു ഹിബ്ബാൻ. طيب, ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്ന് കിതാബുൽ ജനായിസിൽ. പ്രസ്തുത ഹദീസ് എന്താണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. എന്താ? അക്സിറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്. ഹാദിമിൽ ലദ്ദാത്ത് എന്ന് പറഞ്ഞാൽ, ഹാദിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖാത്തി, മുറിച്ച് കളയുന്നത് എന്നാണ്. ഹാദിം എന്ന് പറഞ്ഞാൽ ഖാത്തി, മുറിച്ച് കളയുന്നത്. ലദ്ദാത്ത് എന്ന് പറഞ്ഞാൽ ആസ്വാദനങ്ങൾ. അപ്പോൾ ആസ്വാദനങ്ങളെ മുറിച്ച് കളയുന്നതിനെ നിങ്ങൾ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. ഹാദിമിൽ ലദ്ദാത്ത്, ആസ്വാദനങ്ങളെ മുറിച്ച് കളയുന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മൗത്ത്, എന്താണ്? മരണമാണ്. മരണം. ഇവിടെ ഈ ഹാദിം എന്നുള്ള പ്രയോഗമുണ്ടല്ലോ, അവന് ഹാദിം എന്നും റിവായത്തുണ്ട്. ഹാദിം, ഹാദിം എന്ന് പറഞ്ഞാൽ തകർക്കുന്നത് എന്നാണ്. അങ്ങനെ റിവായത്തുണ്ട്. പിന്നെ ഹാസിം എന്നും റിവായത്തുണ്ട്. ഹാസിം, ഹദീസിൻ്റെ ലഫ്ളുകൾ ഹാസിം എന്നുണ്ട്. ഹാസിം എന്ന് പറഞ്ഞെങ്കിൽ ഗാലിബ് എന്നർത്ഥം, പരാജയപ്പെടുത്തുന്നത്, തോൽപ്പിക്കുന്നത്. ഹാസിം. വലൈക്കും സലാം. അപ്പോൾ ഒന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്ന്. ഹദീസിൻ്റെ ലഫ്ദ് വലൈക്കും സലാം, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. മരണമെന്ന ആസ്വാദനങ്ങളെ തകർത്തെറിയുന്ന യാഥാർത്ഥ്യം, അത് ഓർക്കുന്നതിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹാദിമുൽ ലദ്ദാത്ത് എന്ന് പറയുന്നത് പോലെ ഹാദിമുൽ ലദ്ദാത്ത് എന്ന് പറയും, ദാലിന് പുള്ളില്ലാതെ. ഹാദിമുൽ ലദ്ദാത്ത് എന്ന് പറഞ്ഞാൽ ആസ്വാദനങ്ങളെ തകർത്തെറിയുന്നത്. ഹാദിമുൽ ലദ്ദാത്ത് എന്ന് പറഞ്ഞാൽ ആസ്വാദനങ്ങളെ മുറിച്ച് കളയുന്നത്. ഹാസിമുൽ ലദ്ദാത്ത് എന്ന് പറഞ്ഞാലോ ആസ്വാദനങ്ങളെ തോൽപ്പിക്കുന്നത്, പരാജയപ്പെടുത്തുന്നത്, എല്ലാ സുഖങ്ങളെയും പരാജയപ്പെടുത്തുന്ന. മരണം, അതിനെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. ഹദീസ് ഇമാം തുർമുദിയും ഇമാം നസായിയും റിപ്പോർട്ട് ചെയ്തു. ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. മരണത്തെ ഓർക്കുന്നതിന് വർദ്ധിപ്പിക്കാൻ റസൂൽ പറഞ്ഞു. കേവലം മരണത്തെ ഓർക്കാനല്ല, അതിനെ വർദ്ധിപ്പിക്കാൻ. അതുകൊണ്ടാണ് രോഗസന്ദർശനം നടത്താൻ, അതേപോലെ തന്നെ ഖബർ സന്ദർശനം നടത്താൻ, അതേപോലെ പിന്നെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്, മരണത്തെ ഓർക്കാൻ വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയും അസ്സലാമു അലൈക്കും. അടുത്ത ഹദീസ് വ്യക്തമാണ്. അടുത്ത ഹദീസ് അനസിൽ നിന്നുള്ള ഹദീസ് അല്ലേ. വാൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത് ലിദുർരിൻ നസല ബിഹി ഫഇൻ കാന ലാ ബുദ്ദ മുതമന്നിയൻ ഫലിയഖുൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വതവഫനി മാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. ഞാനിവിടെ എഴുതിയതിന് എതിരിൽ നിങ്ങളുടെ ഹദീസിൽ ഉണ്ടെങ്കിൽ അത് പറയണം. ഇത് മുത്തഫഖുൻ അലൈഹി അല്ലേ? മുത്തഫഖുൻ അലൈഹി. അനസിൽ നിന്നുള്ള ഹദീസ്, അനസ് ബിൻ മാലിക്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുക്കും, എന്താ ലാ യതമന്നയന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ആഗ്രഹിച്ചു പോകരുത്, ആഗ്രഹിച്ച് പോകരുത്, ആഗ്രഹിക്കുക തന്നെ ചെയ്യരുത് എന്നാണ്. ലാ യതമന്നയന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ആഗ്രഹിച്ചു പോവുക തന്നെ ചെയ്യരുത്. അൽ മൗത്ത്, ആരെ? മരണം, മരണത്തെ കൊതിക്കരുത് എന്നാണ്, മരണം ആഗ്രഹിക്കരുത്. ലിദുർരിൻ നസല ബിഹി, ലിദുർരിൻ നസല ബിഹി, തന്നിൽ ഭവിച്ച ഒരു വിപത്ത് കാരണത്താൽ, തന്നിൽ ഭവിച്ച ഒരു വിപത്ത് കാരണത്താൽ നിങ്ങളൊരാൾ മരണം കൊതിച്ചു പോകരുത്. ഫഇൻ കാന ലാ ബുദ്ദ മുതമന്നിയൻ, മരണം കൊതിക്കൽ അനിവാര്യമാണ് എങ്കിൽ, ഫഇൻ കാന ലാ ബുദ്ദ മുതമന്നിയൻ, മുതമന്നിയൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവൻ, ആഗ്രഹിക്കൽ അനിവാര്യമായ അവസ്ഥയിലാണ് എങ്കിൽ ഫലിയഖുൽ, അവൻ പറയട്ടെ, അവൻ പ്രാർത്ഥിക്കട്ടെ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്യിനി, നീ എന്നെ ജീവിപ്പിക്കണമേ, മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, ജീവിതം എനിക്ക് ഉത്തമമായ കാലത്തോളം, മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, വതവഫനി, അല്ലാഹു നീ എന്നെ മരിപ്പിക്കണമേ, മാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി, വഫാത്ത്, മരണം എനിക്ക് ഉത്തമമാകുന്ന കാലമത്രയും. ഉദ്ദേശത്താണ്, മരണമാണ് നല്ലത് എങ്കിൽ മരിപ്പിക്കണമേ, ജീവിതമാണ് ഉത്തമമെങ്കിൽ ജീവിപ്പിക്കണമേ. മരണമാണോ നമുക്ക് നല്ലത്, അതല്ല ഹയാത്താണോ നല്ലതെന്ന് ആർക്കും അറിയാം? നമ്മളെ സൃഷ്ടിച്ച മരണത്തെയും അതേ മൗത്തിനെയും ഹയാത്തിനെയും സൃഷ്ടിച്ച അള്ളാഹുവിനാണ് അറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ അതറിയുന്ന അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എങ്ങനെ? അതാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഈ ഹദീസിൽ എന്തിനാ ഇബ്നു ഹജർ കൊടുത്തത്? ഇത് കൊടുത്തത് എന്താണ്? പിന്നെ മരണം ആരും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, മരണം കൊതിക്കാൻ പാടുള്ളതല്ല, മരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല, അത് പഠിപ്പിക്കാനാണ്. തനിക്ക് വന്നിറങ്ങിയ ദുരിതത്തിൻ്റെ പേരിൽ, അതാണ് ലിദുർരിൻ നസല ബിഹി. എപ്പോഴാണ് മനുഷ്യന്മാർ മരണം കൊതിക്കുക? ഒന്നുകിൽ രോഗിയായി, അല്ലെങ്കിൽ കടം കൊണ്ട് വലഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലേശം ഭവിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് മരണം കൊതിക്കുക. അതാണ് ലിദുർരിൻ നസല ബിഹി, തനിക്ക് വന്നിറങ്ങിയ ഒരു ദുരിതത്തിൻ്റെ പേരിൽ മരണം കൊതിക്കരുത് എന്നാണ്. അപ്പോൾ അവിടെ ഈ പിന്നെ ലിദുർരിൻ നസല ബിഹി എന്നുണ്ടല്ലോ, അതിൽ നിന്ന് ചില അവസ്ഥകൾ പ്രത്യേകം മനസ്സിലാക്കാനുണ്ട്. എന്താ? ഇപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയാം? എന്തിനാ ഇത് വിലക്കിയത്, മരണം കൊതിക്കരുത് വിലക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, ഒരു വേള മനുഷ്യൻ മുഹ്സിനായിരിക്കും, ഒരു വേള മനുഷ്യൻ മുഹ്സിൻ, നല്ല മനുഷ്യനായിരിക്കും. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നന്മ വർദ്ധിപ്പിക്കാൻ പറ്റും, അപ്പോൾ കൂടുതൽ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആയുസ് നീട്ടിക്കിട്ടുക എന്നുള്ളത് എന്താണ്? അത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? ഏറ്റവും നല്ല മനുഷ്യൻ മൻ ത്വാല ഉംറുഹു വ ഹസുന അമലുഹു, ദീർഘായുസ് ലഭിച്ചു, സൽപ്രവൃത്തി ചെയ്തു, അയാളാണ് നല്ല മനുഷ്യൻ. അതേസമയം പിന്നെ ദീർഘായുസ് കിട്ടി മോശം പ്രവൃത്തി ചെയ്യുകയാണെങ്കിലോ അത് അപകടമാണ്. മനുഷ്യൻ ഒന്നുകിൽ മുഹ്സിനായിരിക്കും, അയാൾക്ക് നല്ലത് ചെയ്യാം, അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തവനായിരിക്കാം, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് തൗബ ചെയ്യാനും മറ്റൊക്കെ അവസരം ഉണ്ടാകും. മരണം കൊതിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും അവസരമല്ല. അതുകൊണ്ട് തന്നെ മരണം കൊതിക്കരുത് എന്ന് പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ മരണം കൊതിക്കാൻ അനുവാദമുണ്ട്. അതെപ്പോഴാണ്? മതത്തിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ദീന് അനുസരിച്ച് ജീവിച്ചു, ദീനിലൊരു പരാജയം ഭയക്കുകയാണെന്നുണ്ടെങ്കിൽ മരണത്തെ തേടാം. അതുകൊണ്ടാണ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നില്ല, അള്ളാഹിനോട് എന്താ പറയുന്നത്? യാ ലൈതനി മിത്തു ഖബ്ല ഹാദ വകുൻതു നസിയം മൻസിയ. എന്താ? യാ ലൈതനി മിത്തു ഖബ്ല ഹാദ, ഞാൻ ഇതിനു മുമ്പ് മരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. എന്തിനാ അവർ അവിടെ മരണം കൊതിച്ചത്? മറിയം അവർ പ്രസവിക്കാൻ പോവാണ്. നൊമ്പരം വന്ന് അവർ ഒരു ഈത്തപ്പനത്തടിയുടെ മരട്ടിൽ പോയി നിന്നിട്ട് അവർക്ക് പ്രസവ വേദന വന്നിട്ട് അവർ പ്രസവിക്കാൻ പോവാണ്. അപ്പോഴാണ് പറയുന്നത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദ. കാരണം എന്താ? അവരെ
ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ജൂതന്മാരാണ്. ഒരു ഭർത്തൃ സാന്നിധ്യം ഇല്ലാതെ ഒരു പുരുഷ സ്പർശമേൽക്കാതെയാണ് മറിയം ഗർഭിണിയായത്. പതിവ്രതയായ അവരിനി പ്രസവിക്കാൻ പോവുകയാണ്. അപ്പോൾ യഹൂദന്മാർ കൊണ്ടെത്തിക്കുന്നതായ ആ പിന്നെ വർത്തമാനങ്ങളും അതൊക്കെ അവരുടെ ദീനിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തു, അള്ളാഹുവെ പിന്നെ വയസ്സായി, ബലക്ഷയം സംഭവിച്ചു, പ്രജകൾ പ്രചരിച്ചു, ഇനിയൊരു മുഫരിത്തും മുദയ്യവും ആരുടെയെങ്കിലും ഒരു അവകാശം പാഴാക്കാതെ, ഞാനൊരു ദീനിൽ ഒരു കുറവ് വരുത്താതെ, പ്രജകളോട് കുറവ് വരുത്താതെ, ഭരണത്തിൽ കുറവ് വരുത്താത്ത രീതിയിൽ നീ എന്നെ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലായി? അത് മതത്തിൽ പരീക്ഷിക്കപ്പെടാത്ത രീതിയിൽ മനസ്സിലായി പിന്നെ മരിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ആഗ്രഹം അത് പറഞ്ഞതാണ്. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ വതവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണമേ, സാലിഹ്യങ്ങളോട് നീ എന്നെ ചേർക്കണമേ. അവിടെ നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടതാണ്. തവഫന മുസ്ലിമീൻ, ഞങ്ങളെ മുസ്ലിമീങ്ങളായിട്ട് മരിപ്പിക്കണേ, അല്ലെങ്കിൽ തവഫനി മുസ്ലിമൻ, മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. എപ്പോഴാണ് മരിപ്പിക്കണേ? അപ്പോൾ മുസ്ലിമായിട്ട് മരിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ദുആകളൊക്കെ അനുവദിച്ചതാണ്. പക്ഷേ ഒരു ദുരിതം വന്നിറങ്ങിയതിൻ്റെ പേരിൽ മരണം കൊതിക്കാൻ പാടുള്ളതല്ല. മരണം കൊതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ദുരിതം വന്നതിൻ്റെ പേരിൽ ഒരാൾ സ്വന്തത്തെ കൊന്നാലോ, ഒരാൾ അങ്ങോട്ട് ആത്മഹത്യ ചെയ്താലോ, അത് മഹാ അപകടമാണ്. അല്ല, മരണം കൊതിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഒരാൾ ദുരിതം വന്നതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്താലോ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, അങ്ങനെയല്ലേ? അയാൾക്ക് നരകമാണ്. അയാൾക്ക് നരകമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. തയ്യിബ്. لا يتمنين أحدكم الموت لضر نزل به فإن كان لابد متمنيا فليقل اللهم أحيني ما كانت الحياة خيرا لي وتوفني ما كانت الوفاة خيرا لي. അത് മുത്തഫഖുൻ അലൈഹി അല്ലേ? ഇനി അടുത്ത ഹദീസ് ബുറൈദന്റെ ഹദീസ് അല്ലേ? വഅൻ ബുറൈദത റളിയല്ലാഹു തആല അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم المؤمن يموت بعرق الجبين المؤمن يموت بعرق الجبين أخرجه الأربعة رواه الثلاثة وصححه ابن حبان رواه الثلاثة وصححه ابن حبان. طيب ബുറൈദ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ് മൂന്നാമത്തേത്. അൻ ബുറൈദത, ബുറൈദ ആരാ? ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി, ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അദ്ദേഹം മക്കം ഫതഹിനാണ് ഹിജ്റയുടെ വേളയിൽ റസൂലുള്ള ഹിജ്റ വന്നപ്പോഴാണ് ഈ ബുറൈദ ഇസ്ലാം സ്വീകരിക്കുന്നത്. ബുറൈദത്തുൽ അസ്ലമി, ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ബനു അസ്ലം ഗോത്രക്കാരനാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ ഹിജ്റ വന്നിട്ട് മദീനയോട് അടുക്കണ സമയമായപ്പോഴാണ് ഒരു ടീമിനെ കാണുന്നത്. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ബനു അസ്ലം ഗോത്രാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരിലാണ് ഉണ്ടായിരുന്ന ആര്? ബുറൈദ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണം. ആ ബുറൈദ ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി ഹിജ്റയുടെ 62 ഇറാഖിലെ മറു എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുഅ്മിൻ, സത്യവിശ്വാസി മുഅ്മിൻ, യമൂതു മരിക്കും, ബി അറഖിൽ ജബീൻ. എന്താ അറഖുൽ ജബീൻ? നെറ്റി വേർത്തുകൊണ്ട്. ജബീൻ എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം, നെറ്റി. അറഖ് എന്ന് പറഞ്ഞാൽ വിയർപ്പ്, റഷഹ്. നെറ്റിത്തടം വേർത്തുകൊണ്ടാണ് മുഅ്മിൻ മരിക്കുക എന്ന്. ഹദീസ് റവാഹു സലാസ. ആരാ അസ്സലാസ? അബൂദാവൂദ്, തുർമുദി, നസായി, 3 പേർ. ഹദീസ് സഹിഹാണ് അല്ലെങ്കിൽ ഹസനാണ്. ഇബ്നു ഹിബ്ബാൻ അതിനെ സഹിയാക്കിയിട്ടുണ്ട്. എന്താ ഈ പറഞ്ഞത്? മുഅ്മിൻ നെറ്റിത്തടം വേർത്തുകൊണ്ട് മരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കണ സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മരണം ഭരിക്കുമ്പോൾ അവന് ഉണ്ടാകുന്ന സംഘർഷം, അത് നിമിത്തം മനസ്സിലായി, തെറ്റുകളെക്കുറിച്ച് ആലോചിച്ചിട്ട് പേടിയുണ്ടാവും, എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുണ്ടാവും. ഈ 2 വികാരങ്ങൾ സമ്മിശ്രമായിട്ട് ഒരു അതേപോലെ തന്നെ മരണവേള, മരണത്തിൻ്റെ സക്രാത്ത് അതെല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു വിശ്വാസി വേർക്കും. നെറ്റിത്തടം വേർക്കും എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം മാത്രമല്ല, ശരീരം വേർക്കും.
അത് മറ്റ് സ്ഥലങ്ങളിലുള്ള വിയർപ്പ് കണ്ടോളുന്നില്ല, പക്ഷേ നെറ്റിയിലെ വിയർപ്പ് അത് കാണപ്പെടും. ഏതായാലും പിന്നെ വിശ്വാസി നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് മരണസമയത്തുള്ള വിയർപ്പല്ല ഉദ്ദേശിക്കണേ. പിന്നെയോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ അവന് അധ്വാനിച്ച് പ്രയാസപ്പെട്ട് ത്യാഗം സഹിച്ച് സാഹസം പേറിയിട്ടുള്ള ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ആ സാഹസത്തിൽ ഒരു അധ്വാനിയായിക്കൊണ്ട് അവൻ മരിക്കും എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ സാഹസപ്പെട്ടുകൊണ്ടുള്ള ഒരവസ്ഥയിലായിരിക്കും അവൻ്റെ മരണം എന്നുള്ളതാണ് ഇത് അറിയിക്കുന്നതെന്നാണ്. ആദ്യം പറഞ്ഞാണ് കൂടുതൽ ശരി. മരണവേളയിലുണ്ടാകുന്ന ആ പ്രയാസം, അതേപോലെ തന്നെ മാനസികമായി സംഘടനം, അത് നിമിത്തം ഉണ്ടാകുന്ന വിയർപ്പ് നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ്. നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് നെറ്റിത്തടം വിയർത്തുകൊണ്ടുള്ള മരണം. തയ്യിബ്. അപ്പോൾ അൽ മുഅ്മിൻ യമൂതു ബി അറഖിൽ ജബീൻ റവാഹു സലാസ വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. വലൈക്കും അസ്സലാം. ഖലാസ്, അതാണ് ഇനി മൂന്നാമത്തെ ഹദീസ്. നാലാമത്തെ ഹദീസ് അനസിൻ്റെ ഹദീസ് അല്ലത് അബൂ സഈദ് അൽ ഖുദ്രി അബൂ ഹുറൈറ വഅൻ അബി സഈദ് അൽ ഖുദ്രി വഅബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹുമാ قال رسول الله صلى الله عليه وسلم ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഹദീസ് അബൂ ഹുറൈറയും അബൂ സഈദും റളിയല്ലാഹു അൻഹുമ രണ്ടാളിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഹദീസിൻ്റെ ലഫ്ള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലഖിനു എന്ന് പറഞ്ഞാൽ എന്താ? തൽഖീൻ, ചൊല്ലിക്കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ലഖിനു നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, മൗതാക്കും. എന്താ മൗതാക്കും? മൗത്ത എന്നുള്ളത് മയ്യത്തിൻ്റെ ബഹുവചനാണ്. മയ്യത്ത് പറഞ്ഞാൽ എന്താ? മയ്യത്ത് എന്ന് പറഞ്ഞാൽ മരിച്ച വ്യക്തിയല്ലേ, മരിച്ച വ്യക്തിയാണ്. മൗത്ത എന്ന് പറഞ്ഞാലോ മരിച്ച വ്യക്തികൾ, മരണം വരിച്ചവർ. മരണം വരിച്ചവനാണ് മയ്യത്ത് എന്ന് പറയുക. അതിൻ്റെ ബഹുവചനാണ് മൗത്ത എന്നുള്ളത്. ശരിയല്ലേ? അപ്പം മരണം വരിച്ചവരാണ് മൗത്ത. മൗത്താക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ മരണം വരിച്ചവർ. ലഖിനു മൗതാക്കും നിങ്ങളിൽ നിന്ന് മരണം വരിച്ചവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അവിടെ മരിച്ചവർക്ക് ചൊല്ലിക്കൊടുക്കാനല്ല. പിന്നെയോ അവിടെ എഴുത്തിബാറുമായ യകൂൻ, അതായത് ഈ വ്യക്തി ചൊല്ലിക്കൊടുക്കേണ്ട വ്യക്തി ഉണ്ടായ അയാളുടെ ഫ്യൂച്ചർ എന്താ? അയാൾ മയ്യത്താണ് എന്നുള്ളതാണ്. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്തിൽ കാണാം ഇന്നക മയ്യീതുൻ വ ഇന്നഹും മയ്യീതുൻ. ഇന്നക മയ്യീതുൻ. എന്താ ഇന്നക മയ്യീതുൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ മരണം വരിച്ച് മയ്യത്താകുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്തല്ല, പിന്നെയോ ഇപ്പോൾ ഹയാത്തുള്ള വ്യക്തിയാണ്, പക്ഷേ ഫ്യൂച്ചറിൽ എന്താകും? മയ്യത്താകും. ആ പരിഗണനയിൽ അതാണ് ഇവിടെയും. ലഖിനു മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരണമാസന്നമായവർ, അതാണ് ഇവിടെ ഉദ്ദേശം. മൗതാക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മരണം ആസന്നമായവർ, അവർ മരിച്ചിട്ടില്ല, പിന്നെയോ മരിക്കാൻ പോണേ ഉള്ളൂ. ആ എഴുത്തിബാറുമായ കുൻ, ഭാവിയെ പരിഗണിച്ചിട്ടാണ് ഇവിടെ ഈ പ്രയോഗം. അപ്പോൾ ലഖിനു മൗതാക്കും നിങ്ങളിൽ നിന്ന് മരണമാസന്നമായവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്. ഇതിൻ്റെ നിവേദനം റവാഹു മുസ്ലിം വൽ അർബഅ. റവാഹു മുസ്ലിം വൽ അർബഅ. ആരാ? മുസ്ലിമും പിന്നെ അൽ അർബഅയും, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്? മരണം ആസന്നമായവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. അതെന്തിനാ പറഞ്ഞു കൊടുക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് മൻകാന ആഖിറു കലാമിഹി മിനദ് ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ ദുനിയാവിലെ അവസാനത്തെ കലിമത്ത്, വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ആ ഒരു പിന്നെ ബോധം അയാൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഒരു ഇശാറത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജൂതൻ്റെ രോഗസന്ദർശനം നടത്തിയപ്പോൾ, ജൂതൻ കുട്ടിയല്ലേ, കുട്ടീനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു എന്നാണ്. എന്താ ബാബുക്കാക്ക് എന്തേ കണ്ടില്ല? പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞില്ലേ അതി അബൽ ഖാസിം,
ആ കുട്ടീൻ്റെ വാപ്പ അബുൽ ഖാസിമിനെ അനുസരിക്കും എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയെന്നാണ്. അപ്പോൾ അത് പിന്നെ അതാണ് രോഗസന്ദർശനം നടത്തുമ്പോൾ നമ്മൾ അവിടെ ഖൈറാണ് പറയേണ്ടത്. അതേപോലെ രോഗസന്ദർശനത്തിൽ പാലിക്കേണ്ട അദബുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ പെട്ടതാണ് എന്ത്, ഇങ്ങനെ രോഗിയായൊരു വ്യക്തിക്ക് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. മനസ്സിലാ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞാൽ എനിക്കറിയില്ല, ഒരു ആക്സിഡൻറ്റ് കേസിൽ ഒരാൾ ആക്സിഡൻ്റായിട്ട് ജുബൈൽ ഹൈവേയിൽ പിന്നെ വീണ്, ആക്സിഡൻ്റായിട്ട് വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണ് ഇല്ലേ. അപ്പോൾ അവിടെ ആദ്യം എത്തിയതൊരു സൗദിയാണ്. ആ വീണ് കിടക്കുന്ന ആളെ മടി കിടത്തിയിട്ട് അയാൾക്ക് 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്തതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾ ചൊല്ലിയും ചെയ്ത്. പിന്നെ നോക്കുമ്പോൾ അത് മരിച്ച ആൾ ഹിന്ദുവാണ്. അയാളുടെ ഇക്കാമയിൽ അയാൾ ഹിന്ദുവാണ്. പക്ഷേ ആ മരിക്കണ സമയത്ത് ഒരാളവിടെ എത്തി 3 പ്രാവശ്യം കലിമല്ലി കൊടുത്തതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാളത് ചൊല്ലിയും ചെയ്തു. 3 പ്രാവശ്യം കലിമല്ലിയിട്ട് മുപ്പര് മരിച്ചു. അല്ലാഹു അക്ബർ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞ ഒരു മനുഷ്യൻ 70 കൊല്ലം ജീവിക്കും, അയാൾ നരകത്തിനും ഒരു സ്റ്റെപ്പേ ബാക്കി ഉണ്ടാവുള്ളൂ. കിതാബ് മുൻകടക്കുന്നിട്ട് അയാൾ സ്വർഗത്തിൻ്റെ അഹലുകാരിൽപ്പെട്ട ഒരു അമൽ ചെയ്യുന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതേപോലെ സ്വർഗത്തിൻ്റെ അഹലുകാരിൽപ്പെട്ട ആളുണ്ടാവും. സ്വർഗത്തിൻ്റെ ആളുകൾക്ക് തോന്നും ഇയാൾ സ്വർഗത്തിൻ്റെ അഹലുകാരുടെ പ്രവൃത്തിയാണ് ചെയ്യണമെന്ന്. പക്ഷേ അയാളും സ്വർഗത്തിനും ഇടയിൽ ഒരു സ്റ്റെപ്പ്, അപ്പോഴായിരിക്കും നരകത്തിൻ്റെ അഹലുകാരുടെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് അയാൾ നരകത്തേക്ക് പോകുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദുബില്ല. ഒക്കെ അള്ളാഹ് ഖദറുമായി ബന്ധപ്പെട്ടാണ് എല്ലാം. പക്ഷേ നമ്മൾ ദുആ ചെയ്യുക ഒരു നല്ല പര്യവസാനത്തിന് വേണ്ടിയിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മരണപ്പെടാൻ വേണ്ടിയിട്ട്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഹദീസിൻ്റെ ലഫ്ലുണ്ട്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്നൊരാൾ ശക്കില്ലാതെ പറഞ്ഞിട്ട് മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അവർക്ക് നരകം ഹറാമാണെന്ന് അറിയുന്ന ഹദീസുണ്ട്. ലഖ്നു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്ത ഹദീസ് അനസിൻ്റെ ഹദീസല്ലത്, മഅ്ഖിൽ ഇബ്നു യസാറിൻ്റെ ഹദീസാണ്. യസാർ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വഅൻ മഅ്ഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉ അലാ മൗതാകും യാസീൻ. താലോ ഹുന ഗഫൂർക്ക് ഇങ്ങോട്ട് പോരെ. എന്താ പിന്നെ അത് ഈ വാൻ മഅ്ഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉ അലാ മൗതാകും യാസീൻ. റവാഹു അബൂ ദാവൂദ് വന്നസായി അല്ലേ, റവാഹു അബൂ ദാവൂദ് വന്നസായി വസഹഹഹു ഇബ്നു ഹിബ്ബാൻ തസ്ഹീൽപ്പെട്ടതാണ്. ഹാക്കിമിനെ കുറിച്ച് പരാമർശമല്ലേ? ഇല്ലല്ലോ. തയ്യിബ്. ഈ ഹദീസ് ഇഖ്റഉ അലാ മൗതാകും യാസീൻ എന്നുള്ള ഹദീസ് മഅ്ഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു നിവേദനം. മഅ്ഖിൽ ഇബ്നു യസാർ അദ്ദേഹം ബനു മുസൈന ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അൽ മുസനിയാണ്. മഅ്ഖിൽ ഇബ്നു യസാർ അൽ മുസനി. അദ്ദേഹം പിന്നീട് പിൽക്കാലത്ത് ജീവിച്ചത് ബസ്രയിലാണ്. അതുകൊണ്ട് തന്നെ മഅ്ഖിൽ ഇബ്നു യസാർ അൽ മുസനി അൽ ബസ്രി, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിനൊടുവിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മഅ്ഖിൽ ഇബ്നു യസാർ അബു അലി എന്ന് വിളിക്കപ്പെടുന്ന ഏക സഹാബിയാണ് മഅ്ഖിൽ ഇബ്നു യസാർ. അബു അലി എന്ന വിളിപ്പേരുള്ള ഏക സഹാബി മഅ്ഖിൽ ഇബ്നു യസാർ അൽ മുസനി. തയ്യിബ്. ഇവിടെ ഹദീസിൻ്റെ ലഫ്ള് എന്താണ്? ഇഖ്റഉ അലാ മൗതാകും യാസീൻ. ഇഖ്റഉ നിങ്ങൾ ഓതണം, പാരായണം ചെയ്യണം. അലാ മൗതാകും നിങ്ങളിൽ നിന്ന് മൗത്തായവർക്ക് എന്ത്? യാസീൻ, സൂറത്ത് യാസീൻ. യാസീൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സൂറത്തു യാസീൻ. ഈ ഹദീസ് ഒന്ന് അബൂദാവൂദും നസായി റിപ്പോർട്ട് ചെയ്തു. അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ, നസായി അദ്ദേഹത്തിൻ്റെ അമലുൽ യൗമി വല്ലൈലയിൽ,
റിപ്പോർട്ട് ചെയ്തു. ഇബ്നു ഹിബ്ബാൻ ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ ഏറെ സംസാരമുള്ള ഒരു ഹദീസാണ്. ഇമാം നവവി ഈ ഹദീസ് ദുർബലം എന്ന അഭിപ്രായക്കാരനാണ്. കിതാബുൽ അദ്കാറിൽ ഇമാം നവവി ഹദീസ് കൊടുത്തിട്ട് അതിൻ്റെ സനദ് ദഈഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വിധിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇപ്പം നമ്മൾ ഇബ്നു ഹജർ ഇവിടെ ബുലൂഗുൽ മറാമിൽ അതിനെക്കുറിച്ച് വിധിച്ചിട്ടില്ല. ഇബ്നു ഹജർ റവാഹു അബൂ ദാവൂദ് വൻ നസായി എന്ന് പറഞ്ഞിട്ട് സഹഹു അൽ ഹാക്കിം, ഹാക്കിം സഹീഹ് ആക്കിയിട്ടുണ്ട് എന്ന് പറയുക ചെയ്ത്. പക്ഷേ ഇബ്നു ഹിബ്ബാൻ അതിന് സഹീഹ് ആക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇബ്നു ഹജർ വേറെ, പിന്നെ എനിക്ക് തോന്നുന്നു ഫത്തുൽ ബാരിയില്ല, അതോ പിന്നെ ഇനി തൽഖീസിലെന്നറിയില്ല, ഇബ്നു ഹജർ ഇത് ദുർബലമാണ് എന്നുള്ളത് ഉണർത്തിയിട്ടുണ്ട്, ഇതിൽ എല്ലാത്തുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇമാം ദാറഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഈ ഹദീസിൻ്റെ സനദ് ദുർബലാണ്. മരിച്ചോടത്ത് യാസീൻ ഓതുന്ന വിഷയത്തിൽ ഒരൊറ്റ ഹദീസും സഹിയായി വന്നിട്ടില്ല. അതാണ് ദാറഖുത്നി പറഞ്ഞത്. മരിച്ചോടത്ത് യാസീൻ ഓതുന്നുണ്ടല്ലോ, ആ വിഷയത്തിൽ ഒരു ഹദീസും സഹിയായി വന്നിട്ടില്ല എന്നുള്ളതാണ്. അബൂ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു റാവിയും അദ്ദേഹത്തിൻ്റെ വാപ്പയും ഈ ഹദീസിൻ്റെ സനദിലുണ്ട്. രണ്ടാളും മജ്ഹൂലായ റാവിമാരാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഹദീസ് ദഈഫ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ പക്ഷമാണ് ബലപ്പെട്ടത്. ചില പണ്ഡിതന്മാർ ഇതിനെ സഹിയാക്കിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഇബ്നു ഹിബ്ബാൻ. ഇമാം ഹാക്കിമും ദഹബിയും ആ പക്ഷക്കാരാണ്. പക്ഷെ അവർ പിന്നെ സഹി എന്ന് വിശേഷിപ്പിച്ച പണ്ഡിതന്മാർ തന്നെയും അതിലൊരു വിഭാഗം ഈ മൗത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചോർക്ക് എന്നുള്ളതല്ല, പിന്നെയോ ഇവിടെ മൗത്താക്കും എന്ന് പറഞ്ഞല്ലേ, ലക്കിനും മൗത്താക്കും നമ്മളെന്താ പറഞ്ഞത്, മരണമാസന്നായവർ. ഇവിടെ മൗത്താക്കും എന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് എന്നുള്ളതല്ല, പിന്നെയോ അത് എഴുത്തിബാർ മായക്കൂൻ, മരണം ആസന്നമായവർക്ക് എന്നുള്ളതാണ്. അവർക്ക് യാസീനോദ്, അതായത് മരണം ആസന്നമായി കിടക്കുന്ന രോഗികൾ, ആ രോഗികളുടെ അടുക്കൽ നിങ്ങൾ യാസീൻ ഓതുക. എന്തിനു വേണ്ടിയിട്ട്? അവർക്കൊരു ആഫിയത്ത് കിട്ടാൻ. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് കാണാം മരണമാസന്നമായ രോഗികളുടെ അടുക്കൽ പണ്ട് കാലങ്ങളിലൊക്കെ സൂറത്തുൽ ബഖറ ഓതിയത് കേൾക്കാൻ സാധിക്കും. അതേപോലെ സൂറത്ത് റഅദ്, സൂറത്ത് യാസീൻ ഇതൊക്കെ ഓതും. അങ്ങനത്തെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അത് മരിച്ചോടത്തല്ല, മരിച്ചതിന് ശേഷം ഓതുന്നതല്ല. നമ്മുടെ നാട്ടിലൊക്കെ മരിച്ചതിൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഓതൂല്ലേ, അതിന് തെളിവില്ല. ഇവിടെ ഈ ഹദീസ് സഹിയാക്കിയ പണ്ഡിതന്മാരിൽ തന്നെ ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ളത് എന്താണ്? മരണമാസന്നമായ രോഗികളുടെ അടുക്കൽ അവർക്കൊരു ആശ്വാസത്തിനും അതേപോലെ തന്നെ അവർക്കൊരു പിന്നെ ഒരു ഉണർവിനൊക്കെ വേണ്ടിയിട്ട് യാസീൻ ഓതുക എന്നുള്ളതാണ്. മരിച്ചു കിടക്കുന്നിടത്ത് ഇങ്ങനെ ഖുർആൻ എടുത്ത് ഓതുന്ന ആ രീതി അത് തെളിവിൽ വന്നതല്ല. ആ നിലയ്ക്ക് ഈ ഹദീസിനെ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. പക്ഷേ ഈ ഹദീസ് ദുർബലാണ്. ഇമാം നവവി ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഹദീസ് ദുർബലാണ്. ദാറഖുത്നി പറഞ്ഞത് ആ വിഷയത്തിൽ, മരിച്ചോടത്ത് യാസീൻ ഓതുന്ന വിഷയത്തിൽ ഒരു ഹദീസും സഹിയായി വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അബൂ ഉസ്മാൻ എന്ന് പറയുന്ന റാവിയും അദ്ദേഹത്തിൻ്റെ വാപ്പയും മജ്ഹൂലാണ്. ആരത്താണ് അതിൻ്റെ തഹ്ഖീഖിൻ്റെ നുസ്ഖകൾ നിങ്ങളെത്തില്ല, അതിൽ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. എവിടെ പിന്നെ ഹദീസ് സുലൈമാൻ തൈമി അൻ അബി ഉസ്മാൻ, ഈ അബൂ ഉസ്മാൻ ബി ജഹാലത്തി ഹാലി അബി ഉസ്മാൻ വ അബീഹി. അബൂ ഉസ്മാനും അദ്ദേഹത്തിൻ്റെ വാപ്പയും അറിയപ്പെടാത്ത റാവിമാരാണ്. ഒരു വേള അവർക്ക് പിന്നെ അതിൻ്റെ കൂടുതൽ ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിധിക്കുക, അതിനെ ദഈഫ് എന്ന് വിധിക്കുക, അതിലെല്ലാവരുടെയും മാനദണ്ഡങ്ങൾ ഒരുപോലെ. ചിലർ ആ വിഷയത്തിൽ മുത്തസാഹിലീങ്ങളാണ്, ചിലർ ആ വിഷയത്തിൽ മുത്തശദ്ദിദീങ്ങളാണ്, ചിലർ സ്ട്രോങ് ആണ് ഹദീസ് സഹിയാണെന്ന് വിധിക്കുന്നതിൽ. അവരുടെ നിരൂപണം ശക്തമായിരിക്കും. ഇമാം ബുഖാരി പോലുള്ളവരൊക്കെ അതിൽപ്പെട്ടതാണ്. അതേസമയം ചിലർ മുത്തസാഹിലീങ്ങളാണ് സഹിയാണെന്ന് വിധിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ സഹിയാണ് എന്ന് നോക്കി വിധിക്കുന്നു, അത് ഒരു പ്രത്യേക പരിഗണനീയമായൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഹാക്കിമിനെ പോലുള്ളവരൊക്കെ സഹിയാക്കിയ ഹദീസുകൾ എല്ലാവരും സഹിയായിട്ട് ഉൾക്കൊള്ളണമെന്നില്ല. പിൽക്കാലത്തെ സംബന്ധിച്ചിടത്തോളം അവർ അതിന് എതിരായി വീക്ഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീക്ഷണങ്ങൾ പരിഗണനീയമാണ്.
ഇത്ര ദുർബലമായ ഹദീസുകളെ മുഖവിലേക്ക് എടുത്തിട്ട് പറയുമ്പോൾ പിന്നെ ഷാഫി മദ്ഹബിൽ പിന്നെ ഇപ്പം ഹനഫികളും ഹംബലികളൊക്കെ മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ കൂലി ഹദിയ ചെയ്യാം എന്നുള്ള വീക്ഷണക്കാരാണ്. മരിച്ചവർക്ക് അതിൻ്റെ കൂലി കിട്ടും എന്നുള്ള അഭിപ്രായക്കാർ. അതായത് മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി മരിച്ചവർക്ക് കിട്ടുമെന്നുള്ള വീക്ഷണക്കാരാണ് ഹനഫികളും ഹംബലികളും. പക്ഷേ ഷാഫിയാക്കൾ ആ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആണ്. പൂർവ്വകാല ഷാഫിയാക്കൾ വിശിഷ്യ അവർ പറയുന്നത് ഒരിക്കലും മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കിട്ടൂല എന്നുള്ളതാണ്. തെളിവിൽ വന്നതായ കാര്യങ്ങൾ, നോമ്പ്, അതേപോലെ തന്നെ പാപമോചനത്തേട്ടം, അതേപോലെ തന്നെ സദക്ക, ഉംറ, ഹജ്ജ് തുടങ്ങിയതൊക്കെ തെളിവിൽ വന്നിട്ടുണ്ട്. അതൊക്കെ മരിച്ചവർക്ക് അതിൻ്റെ ഫലം കിട്ടും. അതേസമയം ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി ലഭിക്കൂല എന്നുള്ളതാണ് ഷാഫി ഫുഖഹാക്കളുടെ ശക്തമായ നിലപാട്. അതാണ് ആ വിഷയത്തിൽ ഹദീസ് ദുർബലാണ്. ഈ ഹദീസ് ദഈഫാണ്. ഇനി അടുത്ത ഹദീസ് ഉമ്മു സലമൻ്റെ ഹദീസ് അല്ലത്, ഇതല്ല അനസിൻ്റെ ഹദീസ്. ഉമ്മി സലമ വഅൻ ഉമ്മി സലമത റളിയല്ലാഹു തആല അൻഹാ ഖാലത് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബി സലമ വഖദ് ശഖ ബസറുഹു ഫഅഗ്മദഹു. ശുഖ ബസറുഹു അല്ലല്ലോ, അങ്ങനെ ശുഖാന്ന فأغمضه ثم قال إن الروح إذا قبض اتبعه البصر فضج ناس من أهله فقال لا تدعوا على أنفسكم إلا بخير فإن الملائكة تؤمن على ما تقولون ثم قال اللهم اغفر لأبي سلمة وارفع درجته في المهديين وافسح له في قبره ونور له فيه واخلفه في عقبه متفق عليه. മുസ്ലിം ബുഖാരി മുസ്ലിമുല്ല. طيب റവാഹു മുസ്ലിം മുത്തഫഖുൻ അലൈഹി ഹദീസ് ഉണ്ടോ? റവാഹു മുസ്ലിം. ഉമ്മി സലമ റളിയല്ലാഹു തആല പറയാണ്. ഉമ്മി സലമ ആരാ? ഉമ്മി സലമ ബിന്ത് അബി ഉമയ്യ. ഉമ്മി സലമ അവരുടെ പേര് ഹിന്ദ് ബിന്ത് അബി ഉമയ്യ. വിളിപ്പേരാണ് ഉമ്മു സലമ. അത് ഉമ്മുൽ മുഅ്മിനീൻ. മുസലമ അത് ഉമ്മുൽ മുഅ്മിനീനാണ് റളിയല്ലാഹു തആല അൻഹ. അവർ പറയാണ് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല അബി സലമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സലമയുടെ അടുക്കൽ പ്രവേശിച്ചു. അബൂ സലമയാണ്, ഉമ്മു സലമയെ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ഈ അബൂ സലമയാണ്. അബൂ സലമ അൽ മഖ്സൂമി. അബൂ സലമ അൽ മഖ്സൂമി. ഉമ്മു സലമയുടെ ആദ്യ ഭർത്താവ്. അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. ഹബ്ശീനയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. പിന്നെ മദീനയിലേക്ക് ഹിജറ വന്നിട്ടുണ്ട്. ബദറിലും ഉഹുദിലും പങ്കെടുത്തിട്ടുണ്ട്. ഉഹുദിലേറ്റ മുറിവിനെ തുടർന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പിന്നീട് ഷഹീദാകുന്നത്, മരിക്കുന്നത്. ഉഹുദിന് ശേഷം മാസങ്ങൾക്ക് ഇപ്പുറമാണ് അദ്ദേഹം മരിക്കുന്നത്. ഉഹുദിലേറ്റ മുറിവ് കാരണത്താലാണ് അബൂ സലമ അൽ മഖ്സൂമി അദ്ദേഹം വഫാത്താണത്, മരിക്കുന്നത്. അദ്ദേഹം ഷഹീദാണ്. ഇദ്ദേഹമാണ് ആദ്യം ഉമ്മി സലമയെ കല്യാണം കഴിച്ചിരുന്നത്. അപ്പോൾ ഉമ്മു സലമ പറയാണ് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബി സലമ. അബൂ സലമയുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി പ്രവേശിച്ചു. വഖദ് ശുഖ ബസറുഹു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എന്താ പിളർക്കപ്പെട്ടിരുന്ന, തുറക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ കണ്ണ് ചിമ്മിയിട്ടില്ല, പിന്നെ കണ്ണ് പൂട്ടിയില്ല, പിന്നെ കണ്ണിങ്ങനെ തുറച്ച് ആ അവസ്ഥയിലായിരുന്നു. ശുഖ ബസറുഹു. അതായത് കണ്ണ് ചിമ്മാതെ ഇങ്ങനെയല്ലോ, കണ്ണ് തുറന്നു കിടക്കുകയാണ്, അതാണ് തുറക്കപ്പെട്ടിരുന്നു. അതാണ് വഖദ് ശുഖ ബസറു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി, കണ്ണ് തുറക്കപ്പെട്ടിരുന്നു. ഫഅഗ്മലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കണ്ണ് രണ്ടും കണ്ണ് പൂട്ടി ചിമ്മി കൊടുത്തു. സുമ്മ ഖാല. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന റൂഹ ഇദാ ഖുബിൽ. ഇന്ന റൂഹ് ആത്മാവ്. ഇദാ ഖുബിൽ എന്ന് എന്താ? അത് പിടിക്കപ്പെട്ടാൽ, ആത്മാവ് പിടികൂടപ്പെട്ടാൽ, മരിച്ചാൽ എന്നർത്ഥം. ഇത്തബഅഹു അൽ ബസർ. ഇത്തബഅഹു ആത്മാവിനെ പിന്തുടരും, അനുധാവനം ചെയ്യും. അൽ ബസർ ആര്? ദൃഷ്ടി. അതായത് മലക്കുകൾ വന്നിട്ട് മനുഷ്യനെ മരിപ്പിച്ചിട്ട് റൂഹായിട്ട് പോകുമ്പോൾ ദൃഷ്ടി എന്ത് ചെയ്യും? ഈ റൂഹിനെ നോക്കും. അതാണ്, അതിനെ തുടരും. അതുകൊണ്ടാണ് ആ നോട്ടാണ് ആ കണ്ണ് തുറിച്ച അവസ്ഥയിൽ കാണുന്നത്.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഫദജ്ജ നാസും മിൻ അഹ്ലിഹി, അബൂ സലമയുടെ കുടുംബക്കാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ദജ്ജ എന്ന് പറഞ്ഞാൽ അവർ ഒച്ച വെച്ചു, കരഞ്ഞു, ശബ്ദം ഒച്ച വെച്ച് കരഞ്ഞു. ദജ്ജ നാസും മിൻ അഹ്ലി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ ഒച്ച വെച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ തദഉ അലാ അൻഫുസിക്കും ഇല്ലാ ബിഖൈർ. എന്താ ലാ തദഉ അലാ അൻഫുസിക്കും, നിങ്ങൾക്കായിട്ട് ദുആ ചെയ്യരുത്, ഇല്ലാ ബിഖൈർ, എങ്ങനെയല്ലാതെ ഖൈർ കൊണ്ടല്ലാതെ, നന്മ കൊണ്ടേ നിങ്ങൾ ദുആ ചെയ്യാവൂ എന്ന് പറഞ്ഞു. റഹ്മക്കല്ലാഹ്. ഫഇന്നൽ മലായികത തുഅമ്മിനു അലാ മാ തഖൂലൂൻ, ഫഇന്നൽ മലായിക, കാരണം മലക്കുകൾ, തുഅമ്മിനു അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന് ആമീൻ പറയും. തുഅമ്മിനു എന്ന് പറഞ്ഞാൽ ആമീൻ പറയും. നിങ്ങൾ പറയുന്നതിന് മലക്കുകൾ ആമീൻ പറയും. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, എന്താ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുവേ അബൂ സലമയോട് നീ പൊറുക്കണമേ. വർഫ ദറജതഹു ഫിൽ മഹ്ദിയീൻ, വർഫ ദറജതഹു, അദ്ദേഹത്തിൻ്റെ ദറജ പദവി നീ ഉയർത്തണമേ. ഫിൽ മഹ്ദിയീൻ, എന്താ മഹ്ദിയീൻ? നീ സന്മാർഗമരുളിയവരുടെ കൂട്ടത്തിൽ, നീ സന്മാർഗമേകിയവരിൽ, ഹിദായത്തേകിയവരിൽ അബൂ സലമയുടെ ദറജ നീ ഉയർത്തണമേ. വഫ്സഹ് ലഹു ഫീ ഖബരി, അദ്ദേഹത്തിൻ്റെ ഖബറിൽ അദ്ദേഹത്തിന് നീ വിശാലത നൽകണമേ. വനവ്വിർ ലഹു ഫീഹി, ആ ഖബറിൽ നീ അദ്ദേഹത്തിന് വെളിച്ചമേകണമേ. വഖ്ലുഫ്ഹു ഫീ അഖ്ബിഹി, എന്താ വഖ്ലുഫ്ഹു ഫീ അഖ്ബിഹി? അദ്ദേഹത്തിൻ്റെ ശേഷക്കാർ, മക്കൾ, കുടുംബം, അവരിൽ നല്ല പിൻഗാമിയെ നീ അദ്ദേഹത്തിന് നൽകണമേ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശേഷക്കാരെ നീ അദ്ദേഹത്തിന് നല്ല പിൻഗാമികളാക്കണമേ, നല്ല പിൻഗാമികളാക്കണമേ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അബൂ സലമയെ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തെ അനന്തരം എടുക്കുന്നവരുണ്ടല്ലോ, അവരെ നല്ലവരാക്കിയിട്ട് വളർത്തണമെന്ന് അർത്ഥം എന്നാണ്. വഖ്ലുഫ്ഹു ഫീ അഖ്ബിഹി, ഇത് പ്രധാനപ്പെട്ട ഹദീസാണ്. കുറേ വിഷയങ്ങൾ അല്ലേ ഇതിലുണ്ട്. മരണാസന്നമായിട്ട് അല്ലെങ്കിൽ മരിച്ച ഒരു വ്യക്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ആളുകൾ നിർവഹിക്കേണ്ട കാര്യം, അദ്ദേഹത്തിന് ഈ മയ്യത്തിനെ ശുശ്രൂഷിക്കണം. എങ്ങനെ? പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണ് ചിമ്മിക്കൊടുത്ത്, അതേപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്ത്, അതാണ് പ്രധാനം. പിന്നെ അവിടെ അനാവശ്യങ്ങൾ പറയാൻ പാടില്ല. മലക്കുകൾ ആമീൻ പറയും, അതുകൊണ്ട് നല്ലതേ പറയാവൂ. പിന്നെ അവിടെയുള്ള ആളുകളെ ഉണർത്തൽ, ഉത്ബോധിപ്പിക്കൽ, അവരെ ആശ്വസിപ്പിക്കൽ, ഇതൊക്കെ പിന്നെ ആ മരണമാസന്നം അല്ലെങ്കിൽ മരിച്ചു കൊടുത്ത് ചെല്ലുന്ന ആളുകളുടെ മേൽ ബാധ്യതയാണ്. അബൂ സലമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഉമ്മു സലമയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ റൂഹ ഇദാ ഖുബിദ ഇത്തബഅഹു അൽ ബസർ, അല്ലേ? റൂഹ് പിടികൂടപ്പെട്ടാൽ ദൃഷ്ടി തുടരുന്നുള്ളതാണ്. റൂഹ് എവിടുക്കാൻ പോവുക? റൂഹിനെ മലക്കുകൾ കൊണ്ടുപോകും, അല്ലേ? മലക്കുകൾ കൊണ്ടുപോകും. വിശ്വാസിയുടെ ആത്മാവാണ് എങ്കിൽ അത് ആകാശലോകങ്ങളെ താണ്ടി അത് ഇല്ലിയീനിൽ എത്തും. അവിശ്വാസിയുടെ ആത്മാവാണെങ്കിലും മുകളിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുക. പക്ഷേ ആകാശമൊക്കെ വട തുറക്കൂല, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പാതാളത്തേക്ക് എറിയാണ് ചെയ്യുക. ഏതായാലും രണ്ടും റൂഹ് എടുക്കുക തന്നെ പോവുക, മേലേക്ക് തന്നെയാണ് പോവുക. അതുകൊണ്ട് തന്നെ ദൃഷ്ടി ഇങ്ങനെ തുറച്ചു നോക്കും. ചിലരുടെ മരണം കണ്ടില്ലേ? ചിലരുടെ മരണം ആകസ്മിക മരണം എന്നൊക്കെ പറയും, പക്ഷേ പെട്ടെന്ന് പിന്നെ അത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഇങ്ങനെ തുറിച്ച് നോക്കണേ കാണാം. അള്ളാഹു കാക്കട്ടെ. പിന്നെ ഫദജ്ജ നാസു മിൻ അഹ്ലിഹി, ഇവിടെ പിന്നെ ഇത് പിന്നെ ഉഹദ് യുദ്ധത്തെ തുടർന്നാണ്. ഉഹദ് യുദ്ധത്തെ തുടർന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചാലുള്ള കരച്ചിലുണ്ടല്ലോ, അട്ടഹാസം, അത് നിയാഹത്ത് വിരോധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം മരിച്ചു എന്നുള്ളത്, അബൂ സലമ മരിച്ചു എന്നുള്ള പറഞ്ഞപ്പോൾ കുടുംബക്കാർ കരഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നല്ലതേ പറയാവൂ, നല്ലതേ പ്രാർത്ഥിക്കാവൂ. കാരണം എന്താ? മലക്കുകൾ ആമീൻ പറയും എന്നുള്ളതാണ്. അവിടെ നമ്മളെ ചുറ്റി ആരുണ്ട്? മലക്കുകളുണ്ട്. ഇപ്പോൾ മജ്ലിസിൽ ഇൽമിൽ നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ മജ്ലിസിൽ മലക്കുകളുണ്ട്. നമ്മൾ നിസ്കരിക്കാൻ പള്ളിക്ക് പോണ്, പള്ളിയിൽ മലക്കുകളുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു പ്രയാസവും ദുരിതവും ഏൽക്കുന്ന ഒരു സന്ദർഭത്തിൽ, പ്രയാസത്തിൽ നമ്മളുടെ അടുക്കൽ ആരുണ്ട്? മലക്കുകളുണ്ട്. ആ മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആമീൻ പറയും. നമ്മളോട് ഗുണകാംക്ഷയിലാണ് ആരുള്ളത്? മലക്കുകളുള്ളത്. അതുകൊണ്ട് തന്നെ മലക്കുകൾ അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകളാണ്. അപ്പോൾ നല്ലത് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മലക്കുകൾ ആമീൻ പറയും.
അത് അള്ളാഹുവിങ്കൽ കബൂലാക്കപ്പെടുന്ന ദുആയായിരിക്കും. മനസ്സിലായി? ഉമ്മി സലമ റളിയല്ലാഹു തആല തന്നെ ഖൈറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നോക്കി നിങ്ങൾ, അബൂ സലമയ്ക്ക് ശേഷം ഉമ്മു സലമയെ കല്യാണം കഴിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവർ ഉമ്മുൽ മുഅ്മിനീൻ എന്ന സ്ഥാനത്തിന് അർഹയായി. മാത്രമല്ല അബൂ സലമ ഉമ്മി സലമ ദമ്പതികൾക്ക് കുറേ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീബുകളായി. റബീബ് എന്ന് പറഞ്ഞാൽ എന്താ? വളർത്തു മക്കൾ. റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ റസൂലുള്ളാഹിൻ്റെ വളർത്തു മക്കളായിരുന്നു ഈ അബൂ സലമയുടെ കുട്ടികൾ. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ റസൂലുള്ളാഹിൻ്റെ സംരക്ഷണത്തിൽ വളരാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ്. അതാണ് ഈ പ്രാർത്ഥനയുടെയൊക്കെ ഫലം, നല്ല പ്രാർത്ഥനയുടെ ഫലം. ആളുകൾ ഇപ്പോഴും ഈ വിവേകത്തെ മറികടന്നിട്ടുള്ള പ്രകടനങ്ങൾ ഒരിക്കലും പാടില്ല. ശരിക്കും നമ്മൾ വികാരം ഒതുക്കി വിവേകത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് നന്മകൾ കൊയ്യാൻ കഴിയുക. പ്രത്യേകിച്ച് ഇപ്പോൾ മരണ വാർത്തയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചില മനുഷ്യന്മാരാകെ നിയന്ത്രണം വിടുന്ന ഒരവസ്ഥയായിരിക്കും. അപ്പോൾ നമുക്ക് ഖൈറുകൾ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. റവാഹു മുസ്ലിം. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൽ കുറേ ഹദീസുകൾ മസലകളും അതേപോലെ തന്നെ വിഷയങ്ങളായിട്ട് വരുന്നുണ്ട്. അവിടെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. ഇതാണിപ്പോൾ കിതാബുൽ ജനായിസിൽ ആദ്യത്തെ ഏതാനും ഹദീസുകൾ. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.